സ്നേഹത്തിന്റെ കടകളിൽ ജനവിശ്വാസം നേടി കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ ഭരണം തുടരുകയാണ്. ഡി.കെ. ശിവകുമാറിന്റെ കരുത്തുറ്റ നേതൃത്വത്തിൽ കർണാടക പുതിയ വികസന കുതിപ്പിലേക്ക് കുതിക്കുമ്പോൾ ഭരണ സംവിധാനത്തെ കൂടുതൽ ശക്തമാക്കാനുള്ള നിർണായക നീക്കങ്ങളിലാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വമുള്ളത്. കൺമുന്നിലുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പുകളും ജനക്ഷേമ പദ്ധതികളുടെ വേഗത്തിലുമുള്ള നടപ്പാക്കലും മുന്നിൽ കണ്ടുകൊണ്ട് വളരെ കൃത്യമായ പ്ലാനിങ്ങോടെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ഭാഗമായുള്ള മന്ത്രിസഭാ വികസന ചർച്ചകൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. കഴിഞ്ഞ ജൂൺ 3-നാണ് ഡി.കെ. ശിവകുമാറിനൊപ്പം ജനങ്ങളുടെ പ്രിയപ്പെട്ട 13 നേതാക്കൾ മന്ത്രിമാരായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. പ്രിയങ്ക് ഖാർഗെ, ജി. പരമേശ്വര, കൃഷ്ണ ബരൈഗൌഡ, രാമലിംഗ റെഡ്ഡി, ഡോക്ടർ യതീന്ദ്ര സിദ്ധരാമയ്യ, കെ.ജെ. ജോർജ്, യു.ടി. ഖാദർ, കെ.എച്ച്. മുനിയപ്പ, എം.ബി. പാട്ടീൽ, സതീഷ് ജോർക്കിഹോളി, ഈശ്വർ ഗോധ്ര, ശരൺ പ്രകാശ് പാട്ടീൽ, ബരൈദി സുരേഷ് എന്നിവരടങ്ങുന്ന കരുത്തുറ്റ ടീം തന്നെയാണ് ഇപ്പോൾ കർണാടകയെ നയിക്കുന്നത്. എന്നാൽ 224 അംഗ നിയമസഭയുള്ള കർണാടകയിൽ പരമാവധി 34 മന്ത്രിമാര് വരെയാകാം. നിലവിൽ അങ്ങനെ നോക്കുമ്പോൾ 20 മന്ത്രിസ്ഥാനങ്ങളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. എന്നാൽ ഈ കാലിയായി കിടക്കുന്ന 20 മന്ത്രിസഭാ സീറ്റുകളിലും ഒന്നിച്ചു നികത്തുവാൻ സാധ്യതയില്ല എന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന. കാരണം മറ്റൊന്നുമല്ല, വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ തന്നെയാണ്. വിശാല ബംഗളൂരു അതോറിറ്റി, ഗ്രാമപഞ്ചായത്ത്, താലൂക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ തൊട്ടു മുൻപിലാണ് നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് വൻ വിജയം സമ്മാനിക്കാൻ അണികളെയും നേതാക്കളെയും ഒരുപോലെ സജ്ജരാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം കൂടി പരിഗണിച്ച് ഏതാനും സീറ്റുകൾ മാറ്റിവെക്കാൻ പാർട്ടിക്കുള്ളിലെ ആലോചന എത്തിയത്. ഇത് ഹൈക്കമാൻഡിന്റെയും ഡി.കെയുടെയും ദീർഘവീക്ഷണത്തോടെയുള്ള രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗം തന്നെയാണ്. മന്ത്രിസഭാ വികസനവുമായി ബന്ധപ്പെട്ട ഈ നിർണായക ചർച്ചകൾക്കിടയിലാണ് മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറും മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഇപ്പോൾ ഡൽഹിയിലേക്ക് പറന്നെത്തിയിരിക്കുന്നത്. ഡൽഹിയിൽ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, ജനങ്ങളുടെ പ്രിയ നേതാവായ രാഹുൽ ഗാന്ധി എന്നിവരുമായിട്ട് ഇവർ കൂടിക്കാഴ്ച നടത്തും. കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ B.K. ഹരിപ്രസാദും ഈ ഉന്നതതല ചർച്ചകളുടെ ഭാഗമാകും. രാഹുൽ ഗാന്ധി വിദേശയാത്ര കഴിഞ്ഞെത്താൻ അല്പം വൈകിയത് കൊണ്ടാണ് നേരത്തെ നിശ്ചയിച്ചിരുന്ന ഈ യോഗം മാറ്റിവെക്കാൻ കാരണമായത്. ഹൈക്കമാൻഡിന്റെ പൂർണ്ണമായ പിന്തുണയോടെയും കൂടിയായിരിക്കും അന്തിമ പട്ടിക പുറത്തുവരിക. ജാതി പ്രാദേശിക സമവാക്യങ്ങൾ കൃത്യമായി പാലിച്ച് ആർക്കും ഒരു പരാതിക്കും ഇടയില്ലാത്ത വിധം മികച്ചൊരു ടീമിനെ വാർത്തെടുക്കുവാനാണ് മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറും പാർട്ടി നേതൃത്വവും ശ്രമിക്കുന്നത്. സംഘടന കെട്ടുറപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വിവിധ കോണുകളിൽ നിന്നുമുള്ള നിർദ്ദേശങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. എന്തായാലും ഡൽഹിയിലെ ഈ നിർണായക ചർച്ചകൾ പൂർത്തിയാകുന്നതോടെ കർണാടകയിലെ ഭരണം കൂടുതൽ ഊർജ്ജസ്വലമാകും. ഹൈക്കമാൻഡിന്റെ പച്ചക്കൊടി ലഭിച്ചാൽ അടുത്ത ആഴ്ച തന്നെ പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയും ചടങ്ങുകളും ഉണ്ടാകും.